സാർ, ഈ പൊതുവെ ഈ ഡിവോഴ്സ് കേസുകൾ എപ്പോഴും എന്താ പറയാ വിവാദം സൃഷ്ടിക്കുന്ന, അല്ലെങ്കിൽ അത് എപ്പോഴും തർക്കത്തിൽ അവസാനിക്കുന്ന കാര്യം. ഡിവോഴ്സ് ആവുന്നത് എന്താ പറയാ പലരും എന്താ പറയാ തർക്കം എന്നതിലുപരി പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പിരിയുന്നവരുണ്ട്. അതായത് വളരെ സൗഹാർദ്ദപരമായി കൈ കൊടുത്ത് പിരിയുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന്റെ ഒരു എക്സാമ്പിൾ ആയിരുന്നു ജിയോ ബേബിന്റെ കാതൽ സിനിമ. വളരെ മാന്യമായി കൈ കൊടുത്ത് പിരിഞ്ഞ ആളുകളായിരുന്നു. പലരും പിരിയാനുള്ള കാരണങ്ങൾ വ്യത്യസ്തമാണ്. പക്ഷെ ഇപ്പം എന്താ പറയാ അനീഷ് ദിവ്യ എന്നീ രണ്ട് ദമ്പതികളുടെ ഇടയ്ക്കുണ്ടായ ഒരു പ്രശ്നം ആണ് ഇപ്പം ഈ ഡിവോഴ്സ് കേസിനെ കുറിച്ച് ഒരു ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അവര് എന്താ പറയാ അവര് മ്യൂച്വലി നമ്മൾ പിരിയാം എന്നുള്ളൊരു എന്താ പറയാ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയതായിരുന്നു. പക്ഷെ അവർക്കിടയിൽ ഒരു തർക്കമായത് അല്ലെങ്കിൽ ഈഗോ ആയിട്ട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കുഞ്ഞിന്റെ കാര്യമായിരുന്നു. കുഞ്ഞിനെ അവധി ദിവസങ്ങളിൽ അച്ഛന് വേണം, അല്ലാത്ത വർക്കിംഗ് ഡേയ്സിലൊക്കെ അമ്മയുടെ കൂടെ നിർത്താം എന്നുള്ളൊരു കാര്യം അച്ഛൻ ആവശ്യപ്പെട്ടപ്പോൾ അമ്മ ചോദിച്ചു, അന്ന് അങ്ങനെയാണ് അവധി ദിവസങ്ങളിൽ മൊത്തം അച്ഛൻ്റെ കൂടെ ആണെങ്കിൽ വർക്കിംഗ് ഡേയ്സിൽ കുട്ടീനെ സ്കൂൾ വിടാനും വേണ്ടി മാത്രമാണോ എൻ്റെ കൂടെ എന്നുള്ളൊരിതായപ്പോൾ പിന്നീട് അവർക്ക് ഇതിൽ തുടങ്ങി അങ്ങോട്ട് അച്ഛനും അമ്മയ്ക്കും വാശിയായി, അനീഷിനും ദിവ്യയ്ക്കും വാശിയായി. അപ്പൊ അത് എവിടെയും എത്താതെ ഇങ്ങനെ നിൽക്കുവാണ്. ഇതുപോലുള്ള വിഷയങ്ങളെ എങ്ങനെയാണ് ശാരിക നോക്കിക്കാണുന്നത്? അനുപമ, നമ്മൾ ഈ ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ 5-6 അക്ഷരങ്ങളൊക്കെ ഉള്ളു അതിനകത്ത്. ഈ പറയുന്ന പോലെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പിരിയാമെന്ന് പറയുമ്പോഴും വലിയ രസമാണ് കേൾക്കാനൊക്കെ, നല്ല സുഖമുണ്ട്, ഒരു കൊള്ളാം, കൈ കൊടുത്തൊക്കെ പിരിയാം, നല്ല രസമുണ്ട് കേൾക്കാൻ. ഇതുപോലെ 2 കുഷ്യൻ സീറ്റിലൊക്കെ വന്നിരുന്നത് ശരിയെങ്കിൽ ഓക്കെ നമുക്ക് പിരിഞ്ഞേക്കാം, ബൈ ബൈ എന്ന് പറഞ്ഞാൽ തീരില്ല അത്. അതിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ പരസ്പരമുള്ള മനസ്സിലാക്കലില്ലായ്മ, അതായത് ഒരു പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തത് കൊണ്ടാണല്ലോ 2 വ്യക്തികൾ തമ്മിൽ 2 ദിശയിലുള്ള, അത് വെദർ ഇറ്റ് ഈസ് ലവ് മാരേജ് ഓർ അറേഞ്ച്ഡ് മാരേജ്, ആ 2 വിഷയത്തിലും 2 വ്യക്തികൾ 2 സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരാണ്. 2 വ്യത്യസ്തമായ കൾച്ചറൽ ബ്രോട്ടപ്പ് ആയിട്ട് വരുന്ന 2 ആൾക്കാർ, ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ആയിട്ട് വരുന്ന ആ ആൾക്കാർ തമ്മിൽ ഒരുമിച്ച് പോകണമെങ്കിൽ അതിനിടയ്ക്ക് എല്ലാവരും പറയും സ്നേഹമുണ്ടെങ്കിൽ. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? പരസ്പരം മനസ്സിലാക്കലാണ്, പരസ്പരം കോൺവെർസേഷൻലെസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കോൺവെർസേഷൻ ഇല്ലായ്മയാണ് അവിടുത്തെ ഇപ്പോഴത്തെ ബന്ധങ്ങളുടെ ഒരു നാശത്തിന്റെ ഒരു കാരണം. പരസ്പരം മിണ്ടാൻ അവർക്ക് ഫോണുണ്ട്, അവർക്ക് ചാറ്റ് ചെയ്യാൻ കാര്യങ്ങളുണ്ട്, വേറെ പല കാര്യങ്ങളും, പരസ്പരം മിണ്ടുന്നില്ല, പല കാര്യങ്ങളും പറയുന്നില്ല. മിണ്ടിയിട്ട് മാസങ്ങളായ ആൾക്കാർ തന്നെ ഉണ്ടാകും ചിലപ്പോൾ വീട്ടിൽ. ഇപ്പോഴും അവരങ്ങനെ തുടർന്ന് പോവുകയാണ്. പക്ഷെ അപ്പോൾ അങ്ങനെ പോകുന്ന ദമ്പതികൾക്കിടയിൽ താങ്കൾ ഈ പറയുന്ന പോലെ ഒരാൾ ഇനിഷ്യേറ്റീവ് എടുത്ത് സംസാരിക്കുകയാണ്, അതെ ദിവ്യ അല്ലെങ്കിൽ അരുൺ, എനിക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്, ഞാൻ സഫോക്കേറ്റ് ചെയ്യുന്നു ഇവിടെ കിടന്നതല്ല, ദേവി ഇന്ന് നമുക്ക് പിരിയാം. കാരണം ദാമ്പത്യത്തിൽ ഈ പറയുന്ന പോലെ 2 പേർക്കും സുഖവും ദുഃഖങ്ങളും ഒരു പക്ഷേ 2 കൂട്ടർക്കും ഈക്വലായിട്ട് കിട്ടണമെന്നില്ല. ചിലപ്പോൾ ഒരു പെണ്ണിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അവളുടെ അച്ഛനെയും അമ്മയൊക്കെ വേണ്ടെന്ന് വെച്ചുകൊണ്ട് എപ്പോഴും സ്ഥിരമായിട്ട് പറയുന്നൊരു ക്ലീഷേ ഡയലോഗ് ഉണ്ടല്ലോ, എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വിട്ടുകൊണ്ട് പുതിയൊരു ജീവിതത്തിലേക്ക്. ശരിയാണ്, നമ്മളത് എത്ര പഴയതെന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാലും അതൊരു റിയൽ ആയിട്ടുള്ള ഫാക്ട് തന്നെയാണ്. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾ ഒരിക്കലും ഇന്നും നമ്മൾ എത്ര മോഡേണിസം പ്രസംഗിച്ചാലും ഇന്നും ഭാര്യയുടെ വീട്ടിൽ പോയി നിൽക്കുന്ന ഭർത്താക്കന്മാരില്ല, കുറവ് തന്നെയാണെന്ന്. വെരി കംഫർട്ട് സോൺ ആയിട്ടുള്ള ആ ഷെല്ല് നമ്മൾ അവിടെ ഉപേക്ഷിച്ചിട്ട് വേറൊരു നമുക്ക് എന്തിന്റെ കുറവാണ്? നമ്മളെടുത്ത് കോഫി കൊണ്ടുതരുന്ന അമ്മ, എത്രയൊക്കെ നമ്മളെ തെറി വിളിച്ചാലും അടുക്കളയിൽ കയറുന്നില്ലെന്ന് പറഞ്ഞാലും വാടി എഴുന്നേക്കടി കാപ്പി കുടിക്കുന്ന പറയുന്ന അമ്മയും കുഞ്ഞെ കഴിക്കുന്നില്ലെന്ന് ചോദിക്കുന്ന അച്ഛനുള്ള വീട്ടിൽ നിന്നാണ് മിക്ക പെൺകുട്ടി. ഒരു സാധാരണ ഫാമിലിയാണ് ഞാൻ ഈ പറയുന്നത്, മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു പെൺകുട്ടിക്ക് അവൾക്ക് അതാണ് ലോകം. പക്ഷെ അവിടെ നിന്ന് നേരെ അവൾ വലിച്ചെറിയപ്പെടുകയാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രേമിച്ചോ ജോലി സ്ഥലത്തോ കണ്ടുകെട്ടി കല്യാണം കഴിച്ചവനായിരിക്കാം. പക്ഷെ എന്നിരുന്നാൽ പോലും വേറെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാൾക്കാരാണ്. അവിടെ നിൽക്കുമ്പോൾ അവൾക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അവളുടെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും അവൾക്ക് അപരിചിതരാണ്. നോക്കൂ, എന്തായാലും ഒരു പെൺകുട്ടി ഈ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ കല്യാണം 25, 26, 27 അല്ലേ, ആ 27 വർഷങ്ങൾ അല്ലെങ്കിൽ 26 വർഷങ്ങൾ, ഒരു 1/4 നൂറ്റാണ്ടിനപ്പുറം ഒരു വീട്ടിൽ കഴിയുക, അതിനപ്പുറം അവളുടേതായ ഒരു ബന്ധമില്ലാത്ത വേറൊരു വീട്ടിൽ വന്ന് കഴിയുമ്പോൾ അവളെ അഡാപ്റ്റ് ചെയ്യാൻ മിനിമം ഒരു 5 or 10 വർഷമെങ്കിലും സമയമെടുക്കും. അത് മനസ്സിലാക്കാനുള്ള മിനിമം ബോധം പാർട്ണർക്കുണ്ടാവണം. അതില്ലാത്തതാണ് അവിടുത്തെ ഏറ്റവും വലിയ ആദ്യത്തെ പ്രശ്നം വരുന്നത്. കാരണം അവന്റെ വീട്ടിലെ കറിയുടെ ടേസ്റ്റ് അല്ല അവളുടെ വീട്ടിലെ കറിയുടെ ടേസ്റ്റ്. എന്തുകൊണ്ടാണ്? അപ്പോൾ അല്ലെങ്കിൽ ഞാൻ പറയുന്നത്, എനിക്ക് ഇതിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ആൺകുട്ടി ആദ്യത്തെ ഒരു 6 മാസം പെൺകുട്ടി അവളുടെ ഭർത്താവിന്റെ വീട്ടിലിരിക്കുക, 6 മാസം ആൺകുട്ടി ഭാര്യയുടെ വീട്ടിൽ പോയി നിൽക്കുക. ഇതൊന്നും നമ്മുടെ പാരൻസ് ഒന്നും സമ്മതിക്കത്തില്ല, നമ്മുടെ ഈ സമൂഹവും സമ്മതിക്കത്തില്ല. അത് സമ്മതിക്കാത്തത് കൊണ്ടാണ് ഈ പരസ്പരമുള്ള പങ്കാളിത്തത്തിൽ ഈ ഡിവോഴ്സ് വരുന്നത്. അപ്പോൾ ഈ ഡിവോഴ്സ് വരുമ്പോൾ ശരിയാണ്, ഇപ്പോൾ ഒരാൾ ഇനിഷ്യേറ്റീവ് എടുക്കുകയാണ്, അപ്പോൾ അതിലും വലിയൊരു പ്രശ്നമായിട്ട് വരുന്നത് അതിലൊരു കുഞ്ഞ് വരുമ്പോഴാണ്. സത്യത്തിൽ ഈ കുഞ്ഞുങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? അവരുടെ സമൂഹത്തോട് ചോദിച്ചുണ്ടാക്കിയതല്ല നിങ്ങൾ ഈ ഭൂമിയിലേക്ക് പടുത്തുവിടുന്നതല്ലേ? സീരിയസ് ആയിട്ട്, ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഈ സമൂഹത്തോട് പറയുന്ന ഒരു കാര്യമാണ്, ഒരു പാരന്റിങ്ങിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ചിന്തിക്കണം. കാരണം ഒരിക്കലും ഒരു കുഞ്ഞിന്റെ പെർമിഷൻ, ഒരു ആണിന്റെയോ പെണ്ണിന്റെയോ പെർമിഷനോടെ അല്ല അവൻ ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നത്, അല്ലെങ്കിൽ അവൾ ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നത്. അപ്പോൾ അവൾ ഏറ്റവും നല്ല നന്മ ആഗ്രഹിക്കുന്നു, ഏറ്റവും നല്ല ചിരികൾ അർഹിക്കുന്നു, ഏറ്റവും നല്ല വിദ്യാഭ്യാസം, ഏറ്റവും നല്ല നമ്മളെ കൊണ്ട് പറ്റാവുന്നത്ര സൗകര്യങ്ങൾ അവൾ അർഹിക്കുന്നു, അല്ലെങ്കിൽ അവൻ അർഹിക്കുന്നു. അതൊന്നും പറ്റാത്ത മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കരുത്.
ഇല്ല, അത് അത്രേ ഉള്ളൂ. പക്ഷെ ആ കുഞ്ഞും കൂടെ പിന്നെ വരുമ്പോൾ ഇപ്പൊ ഈ ദിവ്യ അല്ലെങ്കിൽ അരുണിന്റെ അല്ലെങ്കിൽ ദിവ്യയുടെ കേസ്, അനീഷിന്റെ കേസ് പറയുമ്പോൾ അവരിതൊന്നും ഈ പരസ്പര പൂരകങ്ങളല്ലാതിരിക്കുമ്പോഴും അവർ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അതിന്റെ ഇടയിൽ ഒരു കുഞ്ഞു വന്ന് വീണത്. എന്റെ മുൻ ഭർത്താവ് പറഞ്ഞതുപോലെ അദ്ദേഹം ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഒരു സ്ത്രീ, ഞാൻ അദ്ദേഹത്തിൽ നിന്ന് മാത്രമേ ആ സ്റ്റേറ്റ്മെന്റ് കേട്ടിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, താങ്കളുടെ ഒരു സ്ത്രീയുടെ ദുഃഖവും ഒരു പുരുഷന്റെ സുഖവുമാണ് ഒരു കുഞ്ഞിന്റെ ജനനമെന്ന്. അങ്ങനെ അത് എവിടുന്ന് കിട്ടിയെന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ. പക്ഷെ സത്യത്തിൽ അയാൾ പറഞ്ഞത് കറക്റ്റാണ്. ഒരു സ്ത്രീ വേദന അനുഭവിക്കുന്ന സമയത്താണ് ഒരു സ്പേം അവളുടെ അല്ലെങ്കിൽ ഒരു അണ്ടത്തിലേക്ക് ആ സ്പേം ചെന്ന് ചേരുന്നത്. അതേസമയം പുരുഷൻ ഏറ്റവും ടോപ്പ് സുഖത്തിലുമായിരിക്കും. ആ ഒരു പോയിന്റിലാണല്ലോ ആ അണ്ടത്തിന്റെ ഒരു യാത്ര തുടങ്ങുന്നത്, അല്ലെങ്കിൽ പിന്നെ സ്പേമിന്റെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അയാൾ സുഖത്തിലായിരിക്കും, സുഖത്തിന്റെ പരകോടിയിലായിരിക്കും. ആ സ്ത്രീ ചിലപ്പോൾ വേദനയുടെ പരകോടിയിലുമായിരിക്കും. അപ്പോൾ അവിടെ തുടങ്ങുന്നു നമ്മൾ എത്രയൊക്കെ പറഞ്ഞ് സ്ത്രീ മോശക്കാരിയാണ്, അല്ലെങ്കിൽ അമ്മ കുഞ്ഞിനെ ഉപേക്ഷിച്ച് വേറൊരുത്തരുടെ കൂടെ പോയി എന്നൊരു ഡെഫിനിഷനൊക്കെ ചില സ്ത്രീകളിൽ നിന്ന് കിട്ടിയാലും ഇതൊരു സത്യമാണ്. ആ നിമിഷം തൊട്ട് അവളുടെ ത്യാഗം തുടങ്ങുകയാണ് അവിടെ. നമ്മളൊരു രണ്ട് പാർട്ട്നേഴ്സിന് ഇടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പല കാരണങ്ങൾ കൊണ്ട്, സ്നേഹം എന്ന പശ കൊണ്ട് ഒട്ടിക്കാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം അങ്ങനെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഇവർ വെറും രണ്ട് ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ അവർക്ക് തമ്മിൽ ഈ പറയുന്ന പോലെ ഒരു പക്ഷേ ഈ അനീഷിന്റെയും ദിവ്യയുടെയും കേസിൽ കുട്ടിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ മ്യൂച്വലി അവർ പിരിഞ്ഞു പോകുമായിരുന്നു. അപ്പൊ അവിടെ കുട്ടി വന്നപ്പോ എന്റെയൊക്കെ പാരന്റ്സ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു കുഞ്ഞു വന്ന എല്ലാ പ്രശ്നങ്ങളും തീരും. വെറുതെയാണത്. ഇറ്റ്സ് എ ഡാം ഫൂളിഷ് തിങ്. നമുക്ക് ചെയ്യാവുന്ന ഒരു ദമ്പതികൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ വിഡ്ഢിത്തരമാണത്. ആ വൃത്തികെട്ട അല്ലെങ്കിൽ ആ സ്നേഹമില്ലായ്മയിലേക്ക് ഒരു കുഞ്ഞും കൂടെ വരുമ്പോൾ സംഭവിക്കാൻ പോകുന്നു, ആ കുഞ്ഞിനും കൂടെ അത് എഫക്റ്റഡ് ആവുകയാണ്. അതുകൊണ്ടാണ് അനുപമ തീരുമാനമാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് ഈ ഹോമിസൈഡ്സ്, അതുപോലെ ഈ പറയുന്ന സൈക്കോളായ ഭർത്താക്കന്മാരുണ്ടാകുന്നത്. ഭർത്താവിനെ അല്ലെങ്കിൽ നമുക്ക് കൃത്യമായി വളർത്താൻ പറ്റില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഒരു കുഞ്ഞിനെ മറ്റെന്തൊക്കെ പ്രഷർ കൊണ്ടോ പ്ലഷർ കൊണ്ടോ ഉണ്ടാക്കി വിടുകയാണെന്നുണ്ടെങ്കിലും അത് തികച്ചും ഒരു സാമൂഹ്യ വിരുദ്ധനോ സാമൂഹ്യ വിരുദ്ധയോ ആയി. അതല്ലേ നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കും. നമ്മളിപ്പോ ചിന്തിക്കാറില്ല എങ്ങനെയാണ് കഷായത്തിൽ വിഷം ചേർക്കാൻ ഒരു മറ്റേ രേഷ്മ ഉണ്ടായത്, ഗ്രീഷ്മ ഉണ്ടായത് നമ്മൾ ചിന്തിക്കുന്നു. എങ്ങനെയാണ് ഒരു ജോളി ഉണ്ടായത്, എങ്ങനെയാണ് മറ്റേ കേതലൻ എന്ന് പറഞ്ഞിട്ട് കേഡൽ ജിൻസൺ, അങ്ങനെയൊക്കെ എങ്ങനെയാണ് അവന് പാരന്റിനുള്ള ദേഷ്യമായിരുന്നു അവനെ ആ 4 പേരെ ചുട്ടുവെച്ചു കൊന്നു കളഞ്ഞത്. അതൊക്കെ എങ്ങനെ ഉണ്ടായി? പാരന്റിങ്ങിന്റെ പ്രശ്നമാണ്. അപ്പോൾ ഈ പറയുന്ന ദിവ്യയുടെയും അനീഷിന്റെയും കുഞ്ഞ് ഏത് ലെവൽ ഓഫ് ആളായി മാറുമെന്ന് ആർക്കറിയാം? അവനൊരു സയന്റിസ്റ്റോ അവനൊരു നല്ലൊരു ഡോക്ടറോ ഒക്കെ ആയി മാറുമെന്നാണ് അവർ ചിന്തിക്കുന്നത്? ഒരിക്കലും ഇല്ല. അല്ല, ബൈ പ്രൊഫഷൻ അവരെന്തോ ആവുമായിരിക്കും, പക്ഷെ പേഴ്സണൽ ലൈഫിൽ അവർ ഇനിയിപ്പോ നാളെ ഈ കുട്ടി, നമ്മൾ പൊതുവെ കേൾക്കാറുള്ളതാണ് ഈ എന്താ പറയാ, നമ്മുടെ പാരന്റ്സിൽ നിന്ന്, നമ്മളിപ്പോ മാരീഡ് ആണെങ്കിൽ നമ്മുടെ പാരന്റ്സിന്റെ അടുത്ത് നിന്ന് കേൾക്കാറുള്ള ഒരു കുഞ്ഞ് ഉണ്ടായി എന്ന് വെച്ചാൽ എന്താ, അത് അവിടെ നിന്ന് വളർന്നോളൂല്ലേ, നമ്മൾ എന്തിനാണ് അതിന് ഇത്ര സ്ട്രെസ് എടുക്കുന്നതെന്നാ ചോദിക്കുന്നത്? വെറുതെയാണ് അത്, വെറും അത് ഈ പറയുന്ന നമ്മുടെ പാരന്റ്സിന് തന്നെ അറിയാം. പക്ഷെ എന്തിനാണ് അവർ പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ അവർ ആ വേദനയൊക്കെ കടന്നു വരുമ്പോൾ അതങ്ങ് മറന്നു പോകുമായിരിക്കും ചിലപ്പോൾ. ഒരുപക്ഷെ ഞാനിപ്പോ എന്റെ മോളെ വളർത്താൻ ചെയ്യുന്ന സ്ട്രഗിളൊക്കെ ഒരുപക്ഷെ അവൾക്ക് ഒരു 15-20 വയസ്സുമ്പോൾ ഞാനങ്ങ് മറന്നു പോകും. സിമ്പിൾ ആയിട്ട് എനിക്ക് തോന്നുമായിരിക്കും. ഒരുപക്ഷെ പക്ഷെ എന്തായാലും ഞാൻ ഇതുപോലെ ആരും ഉപദേശിക്കില്ല കേട്ടോ. എന്റെ തീരുമാനമാണ്. എന്റെ മോളോട് ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരിക്കലും കല്യാണത്തിനോ അല്ലെങ്കിൽ അവളെ ഇങ്ങനെയുള്ള വൃത്തികേടുകൾക്കോ ഞാൻ പ്രേരിപ്പിക്കില്ല. അത് എന്റെ ഒരു തീരുമാനമാണത്. പക്ഷെ അങ്ങനെ എന്താ പറയാ, ഇവരുടെ വാക്കുകൾ, നമ്മുടെ മാതാപിതാക്കളുടെ വാക്കുകളൊക്കെ കേട്ട് നമ്മളൊരു എന്താ പറയാ, ഒരു ഏതെങ്കിലും ഒരു സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിലോ ദുർബലമായ സാഹചര്യത്തിലോ പ്രഷറൈസ്ഡ് ചെയ്താണ് മിക്കൊരു മാരേജിലേക്ക് പോകുന്നത്. ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ, ബൈ പ്രൊഫഷൻ ചിലപ്പോ അത് മറ്റ് സമ്മർദ്ദങ്ങൾ കൊണ്ട് ഡോക്ടറോ എഞ്ചിനീയറോ അഡ്വക്കേറ്റോ ഒക്കെ ആയിരിക്കാം. പക്ഷെ ആ കുഞ്ഞ് നാളെ ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അത് കണ്ടിരിക്കുന്നതായിരിക്കും അത് റോൾ മോഡൽ ആക്കിയിരിക്കുക മനസ്സിൽ. എന്റെ അച്ഛൻ അമ്മയോട് ഇങ്ങനെ ചെയ്ത, അപ്പൊ അങ്ങനെ ആയിരിക്കണം എല്ലാ ഭർത്താവും, അല്ലെങ്കിൽ അമ്മ അച്ഛനോട് ഇങ്ങനെ ബിഹേവ് ചെയ്ത, സോ എല്ലാ ഭാര്യമാരും ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള രീതിയിൽ വേണേ പെരുമാറാം. അല്ലെങ്കിൽ എനിക്കിതൊന്നും കിട്ടിയില്ല അതുകൊണ്ട് ഞാനും ആർക്കും കൊടുക്കില്ല എന്നുള്ള സൈക്കോപാത്ത് ആയിട്ട് ചിന്തിക്കുന്ന ഇതൊന്നും അല്ലാതെ എന്താ പറയാ, ആകെ നമ്പായി ജീവിച്ച് പോകുന്ന ആളുകളുണ്ട്. പാർട്ട്ണർ ഇതൊന്നും ആയിരിക്കില്ല എക്സ്പെക്ട് ചെയ്യുന്നത്. അവരെ എന്താ പറയാ, എവിടെയോ കിടക്കുന്ന സമാധാനമായി ജീവിക്കുന്ന ഒരു പെണ്ണോ ആണോ ഈ ഒരാളുടെ അടുത്തേക്ക് എത്തിപ്പെടുമ്പോൾ അവരുടെ ജീവിതം കൂടെ ശിഥിലമാവുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടുകയാണ്. ഇങ്ങനത്തെ കൈൻഡ് ഓഫ് പാരന്റിങ് ഇസ് വെരി എന്താ പറയാ, മോശമാണ് ആക്ച്വലി. അതെ, ആ പാരന്റിങ്ങിന്റെ ഏറ്റവും വലിയ തിക്തഫലം അനുഭവിച്ചാണ് ഇപ്പൊ പറയുന്ന ദിവ്യ അരുണും ഒക്കെ അനീഷും ഒക്കെ. അപ്പൊ ഈ പറയുന്ന അവരത് തന്നെ റിപ്പീറ്റ് ചെയ്തു. ഞാൻ പറയട്ടെ, ഈ ഒരു ഹസ്ബൻഡും വൈഫും അല്ലെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും എന്ത് തന്നെ ആയിക്കോട്ടെ, ഒരു പങ്കാളി, അവർക്ക് തമ്മിൽ അറിയാം അവർ തമ്മിൽ ചേർത്തില്ലെന്ന്. കുറച്ചു കാലം എനിക്കൊരു 6 മാസം കൂടി 1 വർഷത്തിനുള്ളിൽ തന്നെ അറിയാൻ പറ്റും അവർ ചെയ്യില്ല. പിന്നെ ഒരാൾ അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് ഇവരെല്ലാവരും പറയുമല്ലോ. കല്യാണം കഴിഞ്ഞോണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു 2-3 വർഷം കഴിയുമ്പോൾ അങ്ങ് മനസ്സിലാവുന്ന അവന്റെ രീതിയൊക്കെ അല്ലെങ്കിൽ അവളുടെ രീതിയൊക്കെ. അത് വെറുതെ ആണോ? ഇത് ഒരാൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് മാത്രം ബന്ധം നിലനിർന്നു പോകും. നമ്മുടെയൊക്കെ അച്ഛനമ്മമാർ അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ അപ്പൂപ്പനമ്മമാരൊക്കെ ഈ ബന്ധം നിലനിർത്തിക്കൊണ്ട് പോയത് ഒരാളുടെ ത്യാഗമാണ്. പക്ഷെ വേറൊരു ഇതിനകത്ത് സൊസൈറ്റി എന്താ പറയാ, മനഃപൂർവ്വം കൊണ്ട് എത്തിക്കുന്ന ഒരു റോൾ ഉണ്ട്. സൊസൈറ്റിക്ക് തന്നെ കൊടുക്കുന്ന ഒരു റോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് പറയുന്ന എക്സ്പീരിയൻസ് കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് അവര് കല്യാണം കഴിഞ്ഞിട്ട്
10-15 വർഷമായി. പക്ഷെ അവർക്ക് എന്താ പറയാ ഒട്ടും താല്പര്യമില്ല, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല താല്പര്യമില്ല. അപ്പം അതിനകത്തുള്ള ലേഡീന്റെ അടുത്ത് എന്റെ ഫ്രണ്ട് ചോദിച്ചെങ്കിൽ പിന്നെ കളഞ്ഞൂടെ, പോരെ, ഇത്രയും വർഷമായില്ലേ, ഇനി എന്തിനാ? അപ്പൊ പറഞ്ഞു ഇത്രയും വർഷം ആയില്ലേ, അതാണ് അടുത്ത പ്രശ്നം. അതിനകത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ എന്ത് പറയും, നാട്ടുകാരെന്ത് പറയും, അതൊക്കെ ഇനി എങ്കിൽ ആ മന്ദബുദ്ധി ചിന്തിക്കുന്നില്ല, ഇനി ഒരു 10 വർഷം കൂടെ ഒരു സമാധാനത്തോടെ നമുക്ക് മണ്ടൂകങ്ങളായി പോകുന്നത്, കൂപ മണ്ടൂകങ്ങൾ തന്നെ അതുങ്ങളെ പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ അനീഷിന്റെയും ദിവ്യയുടെയും കേസിൽ തന്നെ അവർക്ക് അറിയാമായിരുന്നു, അത് കള്ളമാണ്, അറിയത്തില്ല എന്ന് പറഞ്ഞു. അവർക്ക് അറിയാം ദിവ്യ ഈ ലെവലിൽ നിൽക്കുന്ന ഒരാളാണ്, ഞാൻ ഈ ലെവലിൽ, ഞാനും അവളൊന്നും ചേരത്തില്ല. അപ്പൊ അതിന്റെ ഇടയിലേക്ക് ഒരു കുഞ്ഞു കൂടെ വന്നാൽ അതൊരിക്കലും ശരിയാവില്ല. ഒരു പക്ഷേ ഈ പ്രശ്നങ്ങൾ ആ കുഞ്ഞില്ലായിരുന്നു, ആ കുഞ്ഞിനോട് കൂടെ ചെയ്തൊരു പാതകമായി പോയി. അവന് ലൈഫ് ഒരു സൈക്കോ ആയിട്ടായിരിക്കും അത് വളരുന്നത്. എപ്പോഴും ആ ഒരു അരക്ഷിതാവസ്ഥ ആ കുട്ടിക്ക് എന്തായാലും ഉണ്ടാവും. കാരണം ഈ രണ്ടുപേരും തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറ്. കുഞ്ഞിന്റെ പേരിൽ പോലും വിട്ടുകൊടുക്കുക. എന്തിനാണ് അവർക്ക് കുഞ്ഞിനെ കഷത്തി വയ്ക്കുന്നത്? എന്തിനാണ്? ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾക്ക് ആ കുഞ്ഞിനെ നോക്കാനും മനസ്സുണ്ടെങ്കിൽ രണ്ടുപേരും കൂടെ മ്യൂച്വലായിട്ട് സംസാരിച്ചുകൊണ്ട് ഓക്കെ നീ ഇത്ര ദിവസം നോക്കിക്കോളൂ, നീ സ്നേഹം കൊടുക്കും, ഞാൻ കൊടുക്കുന്ന സ്നേഹം ആ കുഞ്ഞിന് മനസ്സിലാവും. അവളൊരു പ്രായം കഴിയുമ്പോൾ അവൾക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും അച്ഛൻ തരുന്ന സ്നേഹത്തിന്റെ അളവും അമ്മ തരുന്ന സ്നേഹത്തിന്റെ രീതിയും ഒക്കെ. ആർക്കും ആ ഒരു പ്രായം വരെ നമ്മുടെ കളിയൊക്കെ വരെ നടക്കത്തുള്ളൂ. ഒരു 10-12 വയസ്സ് കഴിയുമ്പോൾ കുഞ്ഞു പറയും എനിക്ക് വേണ്ട, നിങ്ങൾ രണ്ടുപേരും എനിക്ക് വേണ്ട എന്നുള്ള മുഖത്ത് നോക്കി തന്നെ പറയാം. അല്ലെങ്കിൽ കോടതിയിൽ അവള് പറയും, ഈ പറയുന്ന അനീഷിന്റെയും ദിവ്യയുടെയും കേസിൽ അവള് ഇനി ഒരു പക്ഷേ അവരുടെ കേസ് ഇതൊരു വിജയിച്ചിട്ടില്ലെന്ന് ഞാൻ കേട്ടത്, ആ വാർത്തയിലുണ്ടായിരുന്നത്. ഒരുപക്ഷെ ആ കുഞ്ഞിനെ ഒരു 10ാമത്തെ വയസ്സോ 12ാമത്തെ വയസ്സോ കോടതിയിൽ അവള് വെച്ചെത്തി പറയും, എന്റെ പൊന്ന് ജഡ്ജി മാഡം, എനിക്ക് അല്ലെങ്കിൽ ജഡ്ജി സാർ, എനിക്ക് ഈ രണ്ടുപേരെയും വേണ്ട, എന്നെ ഏതെങ്കിലും ഓർഫനേജിൽ ഏതെങ്കിലും ഗവൺമെന്റിലോ കൊണ്ട് നിർത്തിക്കോളൂ, ഞാൻ അവിടെ സന്തോഷത്തോടുകൂടെ വളർന്നാലെന്ന് പറയുന്ന ആ മൊമെന്റിൽ ആ കേസ് അവിടെ തീർന്നു. കുഞ്ഞുങ്ങളെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഇതേപോലെ പാരന്റ്സ് പലതും ചെയ്യും. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവന്റെ അച്ഛനും അമ്മയും ഡിവോഴ്സ്ഡാ. അപ്പം അവര് പരസ്പരം കുഞ്ഞിന് സ്നേഹമുണ്ട്, അല്ലെങ്കിൽ അമ്മയ്ക്കാണ് സ്നേഹം കൂടുതൽ, അച്ഛനാണ് സ്നേഹം കൂടുതൽ എന്ന് കാണിക്കാൻ വേണ്ടി അവർ ചെയ്തിരുന്നത് ഇവന്റെ അക്കൗണ്ടിലേക്ക് കൂടുതൽ പൈസ ഇടും. അമ്മ ഇടുന്നതിൽ കൂടുതൽ അച്ഛനിടും, അച്ഛനിടുന്നതിൽ കൂടുതൽ അമ്മയിടും. ഇത് രണ്ടും അത് ഉറപ്പല്ലേ? അതിലൊരു സംശയമില്ലാത്ത കാര്യമാണ്. പണം ആരെയും നന്മയുള്ളവനും ഉന്നമനവും ആക്കുന്നില്ല. സ്നേഹം എന്ന് പറഞ്ഞാൽ ഇന്നും നമ്മൾ സ്നേഹം ഒരിക്കലും പണം കൊടുത്ത് വാങ്ങിക്കാൻ സാധിക്കില്ല, അച്ചടക്കം പണം കൊടുത്ത് വാങ്ങിക്കാൻ സാധിക്കില്ല, നന്മ ദയൊന്നും പൈസ കൊടുത്ത് വാങ്ങിക്കാൻ സാധിക്കില്ല. അപ്പോൾ എനിക്ക് ദമ്പതികളോട് പറയാനുള്ളത്, പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാതിരിക്കും. ഒന്നാമത്തെ ഫസ്റ്റ് റീസൺ. അതാകുമ്പോൾ ഒരു തലമുറയോട് ചെയ്യുന്ന ഒരു ദ്രോഹം കുറഞ്ഞു കിട്ടും. രണ്ടാമത് അങ്ങനെ ഉണ്ടാക്കി പോയിട്ടുണ്ടെങ്കിൽ പരസ്പരം മ്യൂച്വൽ, പിന്നെ അതിലൊരു കേസ് കൂടെ വരുന്ന അനുഭവം, ഈ പറയുന്ന ഹസ്ബൻഡിന് ഒരു അവിഹിതം ഉണ്ടെങ്കിൽ ഭാര്യ ചിലപ്പോൾ നീറ്റായിരിക്കും, അവർക്ക് ഹസ്ബൻഡിന്റെ ഈ വൃത്തികെട്ട സ്വഭാവം അഡ്ജസ്റ്റ് ചെയ്യാൻ പോകാൻ താല്പര്യമില്ലെങ്കിലും കുഞ്ഞിന് ഒരു അച്ഛൻ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് അവർ മുന്നോട്ട് പോകാമായിരിക്കും. ഒരുപക്ഷെ അവൻ ഇങ്ങനത്തെ വൃത്തികെട്ടനാകുമ്പോൾ അവരെന്തും തിരിച്ചും സംഭവിക്കാം. അവൾക്കൊരു അവിഹിതം ഉണ്ട്, അല്ലെങ്കിൽ അവൾക്ക് അവിഹിതം എന്ന് പറഞ്ഞാൽ എനിക്ക് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ട്, ഭർത്താവിനെ അച്ഛനായിട്ടിരുന്നോട്ടെ കുഞ്ഞിന്റെ, എനിക്ക് ഭർത്താവായിട്ട് വേണ്ട എന്ന രീതി. അപ്പോൾ അവർക്ക് നമുക്ക് ഇതൊക്കെ ഒരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഉള്ള കാര്യങ്ങളാണ്. സോ മാക്സിമം വിവാഹം കഴിക്കാതിരിക്കുക എന്നാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. അഥവാ കഴിച്ചാൽ തന്നെയും ഇങ്ങനെ പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അടുത്ത തലമുറയെ വാർക്കുന്നതിന് മുമ്പ് സ്വന്തമായിട്ടുള്ള വാർത്ത് റെഡിയാക്കി വെച്ചതിന് ശേഷം അടുത്ത വാർപ്പിൽ മറ്റേ സിമെന്റ് ഒഴിച്ചാൽ മതിയെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.